ഇന്ന് സഭയിൽ കൊണ്ടുവന്ന ഈ അടിയന്തര പ്രമേയം താങ്കൾ ചർച്ചയിൽ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന സഭാ ദൃശ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. ഇന്ന് റോജി ആയാലും പ്രതിപക്ഷ നേതാവായാലും ആ ബാർ മുതലാളിയുടെ വളരെ മുമ്പ് തന്നെ വിവാദമായി വന്ന് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വിവാദ ഹരവും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു വിഷയത്തെയാണിന്ന് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത്. അതവിടെ നിൽക്കട്ടെ. ആ അടിയന്തര പ്രമേയത്തിൽ യഥാർത്ഥത്തിൽ ആ ബാർ മുതലാളിയുടെ ശബ്ദരേഖ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ പണപ്പിരിവ് നടത്തിയെന്നും ആ പണം പിരിച്ചത് സർക്കാരിലേക്ക് എത്തിയെന്നും മന്ത്രിയിലേക്ക് എത്തിയെന്നും തരത്തിലേക്കും അതുപോലെ മദ്യനയത്തെ തീരുമാനിക്കുന്നതിലേക്ക് ടൂറിസം വകുപ്പ് ഇടപെടുന്നു എന്ന നിലയിൽ ടൂറിസം മന്ത്രിയെ അതിലേക്ക് കൊളുത്താനും അതിലൂടെ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ രൂപത്തിൽ നീങ്ങിയ ഒരു പ്രതിപക്ഷം ആ ശബ്ദരേഖയെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതുമാണല്ലോ ഇന്ന് സഭയിൽ കണ്ടത്. ആ നിലയിൽ പ്രതിപക്ഷം സർക്കാരിന് നേരെ ഒരു വലിയ ശ്രമം നടത്തി എന്നത് വസ്തുതയല്ലേ? അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ ആരോപണം നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയുന്നതല്ല, ഉണ്ടയില്ലാത്ത വെടിയായി മാറി. കാരണം നമുക്കറിയുന്നത് പോലെ 2-3 ദിവസക്കാലം കേരളത്തിൽ ഈ ബാർക്കോഴ എന്നുള്ളതിൻ്റെ ഒരു പുതിയ പേര് കൊടുത്തുകൊണ്ട്, പഴയ ബാർക്കോഴ ആരെങ്കിലും ഒന്ന് ഓർത്തോട്ടെ എന്നുള്ള നിലയിൽ പുതിയൊരു പേരൊക്കെ കൊടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് അവതരിച്ചിരുന്നതാണ്. പക്ഷേ അത് ചാപിള്ളയായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് അതിനെക്കുറിച്ചൊരു അനക്കമില്ലായിരുന്നു. ഇപ്പോൾ നിയമസഭ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കുള്ള വിഷയദാരിദ്ര്യം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വിഷയം അവർ എടുക്കാൻ തയ്യാറായത്. യഥാർത്ഥത്തിൽ കാര്യകാരണ സഹിതം കൃത്യതയോടുകൂടി കേരളത്തിലെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ എം പി രാജേഷ് സഭയിൽ നടത്തിയിട്ടുള്ള വിശദീകരണം, ആ വിശദീകരണം കേട്ടിട്ടുള്ള ഏതൊരാൾക്കും പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഇന്ന് ഉന്നയിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് അവരോട് തന്നെ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പുറത്ത് പുറകിലിരുന്ന് 3-4 പേർ സ്ഥിരമായി ഉച്ചയുണ്ടാക്കുന്ന പ്രതിപക്ഷത്തുള്ള ചില അംഗങ്ങൾ ചില ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചു എന്നുള്ളതല്ലാതെ പ്രതിപക്ഷത്തുള്ള മറ്റുള്ള ആൾക്കാർ ഈ സമയത്ത് അവരുടെ മുഖഭാഗവും ഭാവിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാലും ഈ കാര്യം ബോധ്യപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ വരുന്ന 12 ഈ ജൂൺ മാസം 12, 13 തീയതികളിലാണ് ആദ്യ റൗണ്ട് ചർച്ച നടക്കാൻ പോകുന്നത്. അത് സാധാരണയുള്ള ഈ സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായി എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാരായാലും ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും നയത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചയാണ്. ആ ചർച്ച കൊണ്ടൊന്നും തീരത്തില്ല. ആ ചർച്ചയെല്ലാം കഴിഞ്ഞ് ഇതിനൊരു രാഷ്ട്രീയ തീരുമാനം കൂടെ കൈക്കൊണ്ടതിന് ശേഷം മാത്രമേ ഒരു സംസ്ഥാനത്തിൻ്റെ മദ്യനയം രൂപീകരിക്കൂ. ഇവിടെ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടക്കാത്ത ഒരു വിഷയത്തെ ബാർ അസോസിയേഷൻ, ഈ ബാർ ഹോട്ടൽ മുതലാളിമാരുടെ അസോസിയേഷനിലെ ഏതോ ഒരു നേതാവ് ഒരു ശബ്ദരേഖ, അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു എന്ന നിലയിൽ വന്ന ആ വിഷയത്തെ അതിനെയാണ് അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായത്. എന്നിട്ടൊരു തെറ്റായ കാര്യം കൂടെ സഭയിൽ പറഞ്ഞു. ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല. തെറ്റായ ഒരു കാര്യം കൂടെ പറഞ്ഞു. മന്ത്രി പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ആരാണ് പരാതി കൊടുത്തത് തന്നെ അവനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് എന്നുള്ള നിലയിലേക്ക്, അതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഇല്ലാത്ത നയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ബാർ ഉടമകളിൽ നിന്നും പണം സംഭരിക്കുന്നവരാരുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ, ആ കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത്. ആ അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നടപടികൾ, കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറയുമ്പോൾ, പണ്ട് UDFൻ്റെ കാലത്ത് 2014-15 കാലഘട്ടത്തിലെ അഴിമതിയും ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്ന് നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളെയെല്ലാം ഉച്ചരിച്ചുകൊണ്ട് അന്ന് നടത്തിയ വൻ ബാർക്കോഴ കുംഭകോണമുണ്ടല്ലോ, ആ കുംഭകോണം പോലെയാണ് ഇത് എന്ന് വരുത്താൻ വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് പ്രമേയ അവതാരകൻ നടത്തിയത്. അവസാനം സംസാരിച്ച പ്രതിപക്ഷ നേതാവും അതുതന്നെയാണ് നടത്തുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് രാജേഷ് മന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റിൽ ആഭ്യന്തര വകുപ്പുള്ള ഒരാൾ അന്വേഷിക്കുകയല്ല എന്നാണ് പറഞ്ഞത്. അത് അന്വേഷിക്കുന്നത് എന്താണ്? ഈ സന്ദേശം പുറത്തു പോയത് എങ്ങനെയാണ്? അങ്ങനെയല്ലല്ലോ. ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കുവാനാണ് പറയുകയുണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് ഈ നിലയിലാണ് പ്രതിപക്ഷം സഭയിൽ ഇന്ന് തന്നെ നിലപാടെടുത്തത്. എന്തുമാത്രമല്ല, അവരെത്ര മ്ലേച്ഛമായിട്ടുള്ള നിലയിലാണ്
മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്പീക്കറുടെ മുഖം പോലും മറക്കുന്ന നിലയിൽ അവർ നമുക്കറിയാലോ, പണ്ട് സഭയിലുണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായൊരു സംഭവത്തിൻ്റെ പേരിൽ വലിയ തോതിൽ കണ്ണീരൊഴുക്കുന്ന ആൾക്കാരില്ലേ, ആ ആൾക്കാർ ഇന്നും കാട്ടിക്കൂട്ടിയത് എന്താണ്? ഇന്ന് അവർ കൊണ്ടുവന്ന് ബാനർ കൊണ്ടുവന്ന് സ്പീക്കറുടെ മുഖമൊക്കെ മറച്ച് മുഖ്യമന്ത്രിയെ പോലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലുള്ള പ്ലാക്കാർഡൊക്കെ പിടിച്ച് ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഭരണകക്ഷി അംഗങ്ങളെന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ കൃത്യമായി എക്സൈസ് വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യകാരണ സഹിതം അവതരിപ്പിച്ച മറുപടിയിൽ ആ മറുപടിയുടെ അവർ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ജാള്യത മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത്. എന്ന് മാത്രമല്ല, വാക്കൗട്ട് പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഈ പരമ്പര തുടരാൻ പോവുകയാണ്. ഓക്കെ, ഞങ്ങൾ നേരത്തെ ഇങ്ങനെയൊക്കെ നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ലോകസഭയിൽ സീറ്റ് കൂടുതൽ കിട്ടിയത്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കിട്ടിയത് എങ്ങനെ എന്തെന്നൊക്കെ ഉള്ളതെല്ലാം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ഇത് പുതിയതായിട്ടൊന്നും വന്നിട്ടുള്ളതല്ല. UDFൻ്റെ ഈ പാർലമെൻറ്റിലേക്കുള്ള വിജയം എന്നുള്ളത് കാണാം. എന്നാൽ അതിനുശേഷം എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നും അറിയാം. പക്ഷേ ഇവിടെ ആ വിജയത്തിൻ്റെ അഹങ്കാരമാണോ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ഒരു മാനസികാവസ്ഥയാണോ ശരി ഇത്തരത്തിലേക്കുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുക? നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ചെറിയ ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മാധ്യമങ്ങളിലായിട്ടുള്ള ചില മുൻനിര മാധ്യമങ്ങൾ വസ്തുതകളെ അല്ലല്ലോ അവർ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇത് കഴിഞ്ഞതിന് ശേഷം പത്രസമ്മേളനം നടത്തിയപ്പോൾ ചില മാധ്യമപ്രതികൾ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഇതെല്ലാം എന്തേ നേരത്തെ പറയാറില്ല? കാരണം എന്താ, അദ്ദേഹം UDFൻ്റെ കാലഘട്ടത്തിൽ പണ്ട് നടന്നിട്ടുള്ള ഓരോ ചർച്ചകളെ സംബന്ധിച്ചും യോഗങ്ങളെ സംബന്ധിച്ചും എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആ കാലങ്ങളിൽ കുറച്ചു കൊടുത്തിട്ടുള്ള തുകകളെ സംബന്ധിച്ചും ഈ ഗവൺമെൻറ് കാലത്ത് ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരളവും ചെയ്തിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ കയ്യിൽ നിന്നും കൂടുതൽ പണം ഈടാക്കിയിട്ടുള്ള അടക്കമുള്ള എല്ലാ കണക്കുകളും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി പത്രക്കാരെയും അതിനുശേഷം അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷം എടുത്ത ഈ ഗവൺമെൻറ്റിനെ എങ്ങനെ ചീത്തയാക്കുക, ആ പരമ്പര തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഇതാണെങ്കിൽ വേറെ നാളെ ചിലപ്പോൾ വേറെ വല്ല വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഈ വിഷയം തന്നെയാകാം. അവർ ആ നിലയിലേക്കാണ് നീങ്ങുന്നത്.